It's me TP Shamim. Welcome to all to Shamim Sparks. Shamim Sparksന്റെ സിമ്പിൾ സ്പോക്കൺ ഹിന്ദി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് സേ എന്ന പ്രയോഗമാണ്. നേരത്തെ കാ ഖേ കി എന്ന പ്രയോഗവും കോ എന്ന പ്രയോഗവും നമ്മൾ പഠിച്ചിരുന്നു. അതെല്ലാവരും നന്നായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ സേ എന്ന പ്രയോഗത്തിന് ഏകദേശം 9ഓളം അർത്ഥങ്ങളുണ്ട് മലയാളത്തിൽ. അത് ഓരോ അർത്ഥങ്ങളും അതിനെ സെൻറ്റൻസിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയാണ്. ആദ്യത്തെ കൊണ്ട് എന്ന അർത്ഥം കിട്ടുന്ന ഒരു സേ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. കൊണ്ട് എന്നർത്ഥത്തിൽ വോ കലം സേ ലിഖ്താ ഹേ, അവൻ പേന കൊണ്ട് എഴുതുന്നു. അടുത്തത് ആൽ എന്ന് കീർത്തിട്ടുന്ന വേറൊരു വാക്കാണ് പറയുന്നത്. രാം സേ രാവൺ മാരാ ഗയ, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. മറ്റൊരു വാക്ക് ഓട് എന്നർത്ഥം കിട്ടുന്ന വേറൊരു സെൻറ്റൻസ് ആണ് പറയാൻ പോകുന്നത്. അധ്യാപകനെ വിദ്യാർത്ഥി സേ പൂച്ച, അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു. നിന്നും എന്നർത്ഥം കിട്ടുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് പറയുന്നത്. ദീപക് സ്കൂൾ സേ ആയ, ദീപക് സ്കൂളിൽ നിന്നും വന്നു. അടുത്തത് കാൾ എന്നർത്ഥം കിട്ടുന്ന വേറൊരു സെൻറ്റൻസ് ആണ്. പ്രദീപ് ദീപക് സേ ബഡാ ഹേ, പ്രദീപ് ദീപകിനേക്കാൾ വലുതാണ്. മുതൽ എന്ന അർത്ഥം കിട്ടുന്ന വേറൊരു സെൻറ്റൻസ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. സോമവാർ സേ സ്കൂൾ മേ പരീക്ഷ ഹോഗി, തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പരീക്ഷയുണ്ടാകും. ഇപ്പോൾ സോമവാർ സേ എന്ന് പറഞ്ഞാൽ മുതൽ എന്നർത്ഥം കിട്ടുകയാണ്. അടുത്തത് ലൂഡേ അഥവാ ഇംഗ്ലീഷിൽ ത്രൂ എന്ന് പറയുന്ന അർത്ഥത്തിൽ വേറൊരു സെൻറ്റൻസ് ആണ്. ആപ് ഉസ് ചോട്ടി സഡക് സേ ജായിയെ, താങ്കൾ ആ ചെറിയ റോഡിലൂടെ പോയാലും. അതേപോലെ തന്നെ വേറൊരു വാക്കാണ് സേക്കുള്ള അർത്ഥം നേ, എന്നെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നേ. വോ മുജ്സേ പ്യാർ കർത്താ ഹും, അവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് വാക്കുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കുറച്ച് സെൻറ്റൻസിലൂടെ കൂടി കടന്നു പോവുകയാണ്. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് വ്യത്യസ്ത ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും കൊണ്ടുപോകുന്നത്. കലം തൽവാർ സേ മസ്ബൂത്ത് ഹേ, പേന വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. മുജ്സേ മത് പൂച്ചോ, എന്നോട് ചോദിക്കരുത്. ഉസ്നെ ഹാത്ത് സേ ഫൽ തോട, അവൻ കൈകൊണ്ട് പൂവ് പറിച്ചു. മേ സ്കൂൾ സേ ആത്താ ഹും, ഞാൻ സ്കൂളിൽ നിന്നും വരുന്നു. പേഡ് സേ ഫൽ ഗിറ, മരത്തിൽ നിന്നും പൂവ് വീണു. യേ കിസി സേ മത് കഹന, ഇത് ആരോടും പറയരുത്. ആഗ് സേ മത് ഖേലോ, തീ കൊണ്ട് ഒരിക്കലും കളിക്കരുത്. ഇത്രയും സെൻറ്റൻസ് കൊണ്ട് നിങ്ങൾക്ക് സേ എന്ന പ്രയോഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞാനിത് 1-2 പാട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം എല്ലാവർക്കും പാട്ടിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വരികൾ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കൊന്ന് നോക്കാം. 1-2 പാട്ടുകളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യത്തെ ഒരു പാട്ടാണ്. ഹംകോ ഹമേ സേ ചുരാ ലോ, ദിൽ മേ കഹീ സേ ചുപാ ലോ, ഹം അകേലേ ഹോ ന ജായേ, दूर तुमसे हो न जाए, पास आए गले से लगा लो.
ഹംസേ. അപ്പോൾ ഇവിടെ നമ്മൾ ഹംഖോ, ഹമേസെ, ഹംഖോ, നമ്മൾ നേരത്തെ ഖോ എന്ന പ്രയോഗം എടുത്തിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു പാട്ടിനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിൽ ഒന്ന് ലൈനിന് മീനിങ് വെച്ച് നോക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഒരു പാട്ട് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തുംസെ മിൽനാ ബാത് കർനാ ബഡാ അച്ഛാ लगता है, तुमसे मिलना बात करना बड़ा अच्छा लगता है. അപ്പോൾ തുംസെ മിൽന അല്ലെ, മിൽന നിന്നെ കാണാൻ, നിന്നെ കാണലും, ബാത്ത് കർണ സംസാരിക്കലൊക്കെ എനിക്കെന്താണ്, ബഡ അച്ഛാ ലഗ്താ ഹെ വളരെയധികം നല്ല ഫീൽ ചെയ്യുന്നു എന്നാണ് ഇതിന് മീനിങ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓരോ സോങ്ങിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് നമ്മുടെ ഈ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എന്താണ് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയുന്ന പാട്ടുകൾ, അതേപോലെ തന്നെ നമ്മുടെ സ്വയം വാക്കുകൾ, ഇപ്പം സേ എന്ന പ്രയോഗത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മുടെ സ്വയം ഉണ്ടാക്കിയെടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്ത് ശബ്ദത്തിലൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഹിന്ദി എന്ന ഭാഷ നമ്മൾക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വളരെ ശക്തിയായും ഉറപ്പോടുകൂടിയും നിങ്ങളോട് പറയുകയാണ്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വീണ്ടും വേറൊരു വിഷയമായിട്ട് കാണുന്നു. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.